ഹായ് എവരി വൺ, വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോയി നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എത്രയാണ് 10 ടൈപ്പ് നോക്കിയിട്ടുണ്ട് നമ്പർ സീരീസ്. അപ്പോൾ അതിൻ്റെ ബാക്കി നോക്കാം. 11ാമത്തെ ടൈപ്പിന് ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എക്സാമ്പിൾ എന്താണ്? 1, 2, 2, 4, 8, 32. ബാക്കിയുള്ള ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. നെക്സ്റ്റ് ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് ഈ സീരീസ് ഒന്ന് നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? 1, 2, 2. അപ്പോൾ എങ്ങനെ വരിക? 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2. ആ 2ആണ് ഈ 2 നമുക്ക് എടുത്താലോ? അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്ന് പറയുമ്പോൾ എന്താണ്? 4 വന്നു. 2, 2, 4. അതെങ്ങനെ വരിക? 2ഉം 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 4 വരുമല്ലോ. അപ്പോൾ 2 × 2 എന്ന് പറയുമ്പോൾ 4. അങ്ങനെയാണെങ്കിൽ പിന്നെ വരുന്നത് എത്രയാണ്? 8 വരുന്നത്. 8 അങ്ങനെ വരും? 2 × 4 8. ഇപ്പം എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? അതായത് ഫസ്റ്റത്തെ 2 ടേം മൾട്ടിപ്ലൈ ചെയ്യുക, അതായിരിക്കും തേർഡ് ടേമായിട്ട് വരിക. അങ്ങനെ പാറ്റേൺ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ബാക്കി വരുന്നത്. അടുത്തത് എന്താണ്? 32 വന്നു. 32 എങ്ങനെയാണ് വന്നത്? 4 × 8 32 അല്ലേ. അപ്പോൾ 32 വന്നു. ഇനി നമുക്ക് അടുത്ത ടേം കണ്ടുപിടിക്കണം. ആ ടേം കണ്ടുപിടിക്കാൻ എന്താ? അതിൻ്റെ തൊട്ട് മുന്നത്തെ 2 ടേമുകൾ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 8ഉം 32 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മിസ്സിങ് ആയിട്ടുള്ള ഈ ടേം കിട്ടും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 8 × 32 എത്ര വരിക? 32 × 8 16 6 ശിഷ്ടം 1 24 25 256 വരിക. അപ്പോൾ ഈ ടൈപ്പിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 256. ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡ് ടൈപ്പ് 12. 12നൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 5, 15, 45, 135. അപ്പോൾ 5 കഴിഞ്ഞിട്ട് 15 വന്നു. 5നെ എങ്ങനെ 15 ആക്കാം? 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. 3 5 15. പിന്നെ വരുന്നത് 15 കഴിഞ്ഞിട്ട് എന്തായി? 45 ആയി. അത് നമുക്ക് സുഖമായിട്ട് ചെയ്യാം. 2 വട്ടം മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 30 വരിക. പിന്നെ ഒരു വട്ടം വരുമ്പോൾ എത്രയാണ്? 45 വരിക. അപ്പോൾ ഇവിടെയും 3നെ കൊണ്ടാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. ഇനി അടുത്തത് എന്തായാലും 3നെ കൊണ്ട് തന്നെ ആവണം അടുത്ത ടേമിൻ്റെ. അതായത് 45നെ 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വരിക? 135 വരിക. അങ്ങനെയാണെങ്കിൽ അടുത്തത് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 135നെ 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 135 × 3 അല്ലേ. 3 5 15 5 ശിഷ്ടം 1 3 9 10. പിന്നെ ഒരു 3 3 4 405 ഇതിൻ്റെ അടുത്ത ടേം വരുന്നത്. 135 കഴിഞ്ഞിട്ട് 405 വരും. ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. 13ാമത്തെ ടൈപ്പാണ് തന്നിട്ടുള്ളത്. 4, 11, 31, 90. അടുത്തത് ഏതാണ് വരുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് നോക്കുമ്പോൾ എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഫസ്റ്റ് വരുന്നത് 4. 4 എന്തായി? 11 എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? രണ്ട് × 2 4 എന്ന് എഴുതാം. പിന്നെ അതേപോലെ തന്നെ എന്താണ്? 3 × 4 ചെയ്തിട്ടുണ്ട് എത്രയാണ്? 3 × 4 12. പക്ഷെ ഇവിടെ 11 വന്നേ. അപ്പോൾ നമുക്കൊരു 1 മൈനസ് ചെയ്യാം. അപ്പോൾ എന്തായി? 11. പിന്നെ 31. 11 കഴിഞ്ഞിട്ട് 31 വന്നു. അപ്പോൾ നമുക്ക് 11നെ 30ൻ്റെ അടുത്ത് എങ്ങനെ എത്തിക്കാം? 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 11 × 3. അപ്പോൾ എത്രയാണ് വരിക? 33 വരും.
പക്ഷെ ഇവിടെ 31 വരുന്നുള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, 2 മൈനസ് ചെയ്യാം. അപ്പോൾ 31. പിന്നെ അടുത്തത് 90 വന്നു 31. അപ്പം നമുക്ക് 3നെ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 90ൻ്റെ അടുത്ത് മുകളിലായിട്ട് എത്തുമല്ലോ. അപ്പോൾ 31 × 3. 31 × 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 93 അല്ലേ വരിക. അപ്പം നമുക്ക് 3 മൈനസ് ചെയ്യാം. അപ്പോൾ 90 കിട്ടി. അപ്പോൾ ഇത് നോക്കുമ്പോൾ എന്തെങ്കിലും ഐഡിയ മനസ്സിലാകുന്നുണ്ടോ? മൊത്തം നമ്മൾ 3നെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് 1 മൈനസ് ചെയ്യും, പിന്നെ 2 മൈനസ് ചെയ്യും, പിന്നെ 3 മൈനസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അടുത്തത് മൈനസ് ചെയ്യേണ്ട എത്രയാണ്? ഒരു ടേമിനെ 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അടുത്തത് നമ്മൾ 3 വരെ ചെയ്തു, ഇനി 4നെ കൊണ്ട് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടണമല്ലോ. ചെക്ക് ചെയ്ത് നോക്കാം. 90ന് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 270 കിട്ടി. ഈ 270ൽ നിന്ന് 3 വരെ നമ്മൾ ഓൾറെഡി ചെയ്തു, മൈനസ് ചെയ്തു. ഇനി 4ആണ് മൈനസ് ചെയ്യേണ്ടത് പാറ്റേൺ അനുസരിച്ച്. അപ്പോൾ 4 മൈനസ് ചെയ്യാം. അപ്പം ആൻസർ എത്രയാണ്? 266 അടുത്ത ടേമായിട്ട് വരുന്നത്, 90 കഴിഞ്ഞിട്ട് 266. ഈ ടൈപ്പ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്, കുറച്ച് പോയിന്റുകൾ തന്നിട്ടുണ്ട്. ടൈപ്പ് 14 ആണിത്, ട്രയാങ്കുലർ പാറ്റേൺ സീരീസ്. നോക്കാം എന്താണ്. ഫസ്റ്റ് പോയിന്റ്, സംടൈം ദി ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എ സീരീസ് ഫോം എ സീരീസ് അഗൈൻ. അതായത് നമ്മളൊരു സീരീസ് എടുക്കുക, അതിൻ്റെ അടുത്തടുത്ത ടേമിൻ്റെ ഡിഫറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു സീരീസ് ആവും. പിന്നെ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ന്യൂ സീരീസ് സോ ഫോർമഡ് അഗെയിൻ ഫോം എ സീരീസ്. അതായത് അതിൻ്റെ ഡിഫറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു സീരീസ് ഫോം ചെയ്യും. ദീസ് പാറ്റേൺ കണ്ടിന്യൂസ് ടിൽ വി അറ്റൈൻ എ യൂണിഫോം ഡിഫറൻസ് ബിറ്റ്വീൻ ദി കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ദി സീരീസ്. അതായത് ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ട് ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു നമ്പർ കിട്ടും. അതാണ് അതിൻ്റെ ഡിഫറൻസ് ആയിട്ട് വരും. ഇപ്പം ചിലപ്പോൾ 5 ആവാം, 6 ആവാം. അതിൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് നമ്പർ വന്നിട്ട് അതായിരിക്കും അതിൻ്റെ ബേസിക് ആയിട്ട് വരുന്ന ഡിഫറൻസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രയാങ്കുലർ പാറ്റേൺ സീരീസ്. അപ്പോൾ നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം. അടുത്ത സ്ലൈഡിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് 14ൻ്റെ എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻസ് എടുക്കണം. ഡിഫറൻസ് എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു കോൺസ്റ്റന്റ് ഡിഫറൻസ് കിട്ടും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 12ന്ന് 2 പോയിട്ടുണ്ടെങ്കിൽ 10, 36ന്ന് 12 പോയിട്ടുണ്ടെങ്കിൽ എത്രയാണ് വരിക? 24 അല്ലേ? 24. പിന്നെ അതേപോലെ തന്നെ 80ന്ന് 36 പോയിട്ടുണ്ടെങ്കിൽ 80ന്ന് 30 പോകുമ്പം 50 വരും. 50ൽ നിന്ന് 6 പോയിട്ടുണ്ടെങ്കിൽ 44 അല്ലേ? 44. പിന്നെ 150ൽ നിന്ന് 80 പോയിട്ടുണ്ടെങ്കിൽ, 100ൽ നിന്ന് 80 പോയിട്ടുണ്ടെങ്കിൽ എത്രയാണ് വരിക? 20. അപ്പം 50ഉം 20ഉം 70. അടുത്തത് 70 വരും. ഇനി അതിൻ്റെ ഡിഫറൻസ് എടുത്ത് നോക്കാം. ഇതൊരു സീരീസ് ആയി. ഞാൻ അതിൻ്റെ ഡിഫറൻസ് എടുത്ത് നോക്കാം. 24ന്ന് 10 പോയിട്ടുണ്ടെങ്കിൽ 14. പിന്നെ 44ൽ നിന്ന് 24 പോയിട്ടുണ്ടെങ്കിൽ 20 അല്ലേ? പിന്നെ എത്രയാണ്? 70ൽ നിന്ന് 44 പോയിട്ടുണ്ടെങ്കിൽ, 70ൽ നിന്ന് 40 പോയിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 30. 30ൽ നിന്ന് 4 പോയിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 26 അല്ലേ? 26. പിന്നെ അടുത്ത നമുക്ക് ഇതൊന്നുകൂടെ എടുക്കാം, ഡിഫറൻസ് എടുക്കാം. 20ൽ നിന്ന് 14 പോയിട്ടുണ്ടെങ്കിൽ 6. 26ൽ നിന്ന് 20 പോയിട്ടുണ്ടെങ്കിൽ 6. അപ്പോൾ ഇവിടെ ബേസിക്കായി വരുന്ന കോൺസ്റ്റൻറ്റ് ഡിഫറൻസ് ഏതാണ്? 6. അപ്പോൾ അടുത്തത് എന്ന് പറയുമ്പോൾ 6 ആവണം. അതായത് 26നെ 6നെ കൊണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് എന്ത് കിട്ടി? അടുത്ത ടേം കിട്ടി. ഏത്? മൂന്നാമത്തെ പാറ്റേണിൻ്റെ, മൂന്നാമത്തെ സീരീസിൻ്റെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ നമ്പർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ തൊട്ട് മുകളിലത്തെ കിട്ടി. ആ നമ്പർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഫസ്റ്റ് ഒറിജിനൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യണം? 26 + 6 ചെയ്യണം. 12ന് 2 ശിഷ്ടം 1, 32 വരും ഇവിടെ.
ഇനി എന്ത് ചെയ്യണം? 70 + 32 ചെയ്യണം. അപ്പോൾ 102 കിട്ടും ഇവിടെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 150 + 102 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടി. 150 + 102 അല്ലേ? 252 നമുക്ക് ഇവിടുത്തെ മിസ്സിംഗ് ആയിട്ടുള്ള. ഇനി കണ്ടുപിടിക്കേണ്ട ടൈം 252. ഇതാണ് ട്രയാങ്കുലർ പാറ്റേൺ ഒരു എക്സാമ്പിൾ. ഈ പാറ്റേൺ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് പോയി നോക്കാം. അടുത്തത് കുറച്ച് പോയിന്റ് ആണ്. എന്താ? എലമെൻ്ററി ഐഡിയ ഓഫ് പ്രോഗ്രഷൻസ്. നമുക്കറിയാം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, അതായത് ദ സീക്വൻസ് ഓഫ് ദി ഫോം എ + d a + 2d a + 3d. ചിലപ്പോൾ അങ്ങനത്തെ സീരീസ് വരും. ഫസ്റ്റ് ഒരു നമ്പർ തന്നിട്ടുണ്ടാവും, അതിൻ്റെ കൂടെ ഒരു ഡിഫറൻസ് ആഡ് ചെയ്യും, ആ ഡിഫറൻസിൻ്റെ 2 ടൈംസ് അടുത്ത് ആഡ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ആ ഡിഫറൻസിൻ്റെ പ്ലസ് എന്താ 3 ടൈംസ് ഫസ്റ്റത്തെ എലമെൻ്റ് ഇതിങ്ങനെ ആഡ് ചെയ്ത് വരുന്ന സീരീസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, AP എന്ന് പറയും. അപ്പോൾ അതിൻ്റെ nth ടേം, അതായത് ഇപ്പോൾ ഒരു 10ാമത്തെ ടേം കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കും. അന്നേരം എന്ത് ചെയ്യണം? a + n - 1 × d ചെയ്താൽ മതി. n എന്ന് പറയുമ്പോൾ nth ടേം. ഇപ്പം 10ാമത്തെ ടേം ആണെങ്കിൽ ഇവിടെ എന്ന് പറയുമ്പോൾ 10 - 1 വരും. പിന്നെ ഒരു ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും. ആദ്യം നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഡിഫറൻസ്. ആ ഡിഫറൻസും കൊടുത്തിട്ട് ഫസ്റ്റത്തെ ടേം ആഡ് ചെയ്ത് തന്നെ നമുക്ക് ആൻസർ കിട്ടി, nth ടേം കിട്ടി. അതിൽ a എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം ആയിരിക്കും, d എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് നോക്കാം. അടുത്തെന്താണ്? ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ്, GP. ദ സീക്വൻസ് ഓഫ് ദി ഫോം AR സ്ക്വയർ AR³ ഇങ്ങനെ കണ്ടിന്യൂ ആയി പോകുന്ന സീരീസ് ഉണ്ടാവും. അതിനെയാണ് ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ nth ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? AR⁻n - 1 ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇതിൽ 6 എന്ന് പറയുമ്പോൾ എന്താണ്? കോമൺ റേഷ്യോ ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡ് എന്താണ്? റോങ് നമ്പർ. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കൊരു സീരീസ് തന്നു, ഇതിൽ ഒരു എന്താണ് എലമെൻറ്റ് തെറ്റാണ്, ഒരു ടേം തെറ്റാണ്. എങ്ങനെ കണ്ടുപിടിക്കും? ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്പർ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഐഡിയ ഒപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? തന്നിരിക്കുന്ന നമ്പറും എലമെൻറ്റും തമ്മിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം. സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ ക്യാച്ച് ചെയ്യാൻ പറ്റും. 9, 25, 49. 7ൻ്റെ സ്ക്വയർ അല്ലേ 49? 5ൻ്റെ സ്ക്വയറാണ് 25, 3ൻ്റെ സ്ക്വയറാണ് 9. അങ്ങനെയാണെങ്കിൽ ഇത് 1ൻ്റെ സ്ക്വയർ 1. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? നമുക്ക് സുഖമായിട്ട് ഫസ്റ്റ് തന്നെ കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് 5 വന്നു, 15 വന്നു, 37 വന്നു. 1ൻ്റെ സ്ക്വയർ കഴിഞ്ഞ് അടുത്ത വരിക 2ൻ്റെ സ്ക്വയർ അല്ലേ? 2ൻ്റെ സ്ക്വയർ 4, പക്ഷെ ഇവിടെ വന്നത് 5. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ 3ൻ്റെ സ്ക്വയർ കഴിഞ്ഞിട്ട് 4ൻ്റെ സ്ക്വയർ. 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16, പക്ഷെ ഇവിടെ 15 വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെയാണെങ്കിലോ 5ൻ്റെ സ്ക്വയർ കഴിഞ്ഞ് 6ൻ്റെ സ്ക്വയർ, 6 6 36, ഇവിടെ 37 വന്നു. എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ഇവിടെ 37 വന്നു, ഇവിടെ 5 വന്നു. അതായത് 4 + 1 അല്ലേ? 2ൻ്റെ സ്ക്വയർ + 1 ചെയ്തുകൂടെ? അങ്ങനെയാണ് ഇവിടെ 5 വന്നത്. 2ൻ്റെ സ്ക്വയർ + 1, അപ്പോൾ 5 കിട്ടി. 4 + 1 5. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ 6ൻ്റെ സ്ക്വയർ + 1, അപ്പോൾ എത്ര കിട്ടി? 37. 6 6 36 + 1 37. പക്ഷെ ഇവിടുത്തെ മാത്രം എത്രയാണ് വരേണ്ടത്? 4ൻ്റെ സ്ക്വയർ + 1 വേണ്ടത് നമ്മുടെ ഈ പാറ്റേൺ അനുസരിച്ച്. പക്ഷെ വന്നിരിക്കുന്നത് എന്താണ്? 15 വന്നത്. അപ്പോൾ ഇത് റോങ് അല്ലേ? അപ്പോൾ ഇവിടെ കറക്റ്റ് ഏതാണ് വരിക? 4ൻ്റെ സ്ക്വയർ + 1 ചെയ്യണം. 4ൻ്റെ സ്ക്വയർ 16, 16 + 1 17 ഇവിടെ വരേണ്ടത്. പക്ഷെ വന്നിട്ടുള്ളത് 15. അപ്പോൾ ഇവിടുത്തെ റോങ് നമ്പർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 15. ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ കുറച്ച് ഷോർട്ട് കട്ട് അപ്രോച്ച് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇഫ് നമ്പേഴ്സ് ആർ ഇൻ അസെൻഡിങ് ഓർഡർ ഇൻ ദി നമ്പർ സീരീസ്
ദി നമ്പേഴ്സ് മേ ബി ആഡഡ് ഓർ മൾട്ടിപ്ലൈഡ് ബൈ സർട്ടൻ നമ്പർ ഫ്രം ദി ഫസ്റ്റ് നമ്പർ. അതായത് ഇൻക്രീസ് ചെയ്ത് വരിക, നമ്പർ ഇങ്ങനെ ഒരു സീരീസിൽ ഇൻക്രീസ് ചെയ്ത് വരികയാണെങ്കിൽ നമ്മളെന്ത് വിചാരിക്കണം, ഫസ്റ്റത്തെ ടേമിൽ നിന്ന് ആഡ് ചെയ്യുമോ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമായിരിക്കും. രണ്ട് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ എന്താണ്? 19, 23, 26, 30, 33. സുഖമായിട്ട് പറയാലോ. 19 + 4 23 അല്ലേ. പിന്നെ 23 + 3 26. പിന്നെ അടുത്ത 26 + 4 അല്ലേ വരിക, 30. പിന്നെ 30 + 3 33. ഇപ്പം എങ്ങനെയാണ് പാറ്റേൺ വരുന്നത്? ഫസ്റ്റ് 4നെ കൊണ്ട് ആഡ് ചെയ്യുക, പിന്നെ 3നെ കൊണ്ട് ആഡ് ചെയ്യുക, പിന്നെ 4നെ കൊണ്ട് ആഡ് ചെയ്യുക, പിന്നെ 3നെ കൊണ്ട് ആഡ് ചെയ്യുക. ഇനി അടുത്തത് ആഡ് ചെയ്യേണ്ട എത്രയാണ്? 4നെ കൊണ്ടാണ്. അപ്പോൾ 33 + 4 എന്ന് പറയുമ്പോൾ 37 അടുത്ത ടേം വരുന്നത്. ഈ എക്സാമ്പിൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ തൊട്ടടുത്ത് താഴെ ഒരു എക്സാമ്പിൾ കൂടെ തന്നിട്ടുണ്ട്. ഇത് എന്ന് പറയുമ്പോൾ എന്താണ്? 1, 3, 12, 60. 1നെ 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 കിട്ടി. 3നെ 4നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടി. പിന്നെ അടുത്ത 12നെ നമ്മൾ എത്രയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5നെ കൊണ്ടല്ലേ. ഇവിടെ 3, 4, 5 മൾട്ടിപ്ലൈ ആയി വരുന്നത്. അപ്പോൾ 12 × 5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2, 5, 10, 0, ശിഷ്ടം 1, 5, 6, 60. 60 ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട എത്രയാണ്? 60നെ നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 6, 36, 360 വരും ഇവിടെ. അടുത്ത ടേം എന്ന് പറയുമ്പോൾ 360 രണ്ടാമത്തെ എക്സാമ്പിൾ. ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. ഇവിടെ എന്താണ്? ഇഫ് ദ നമ്പേഴ്സ് ആർ ഇൻ ഡിസെൻഡിങ് ഓർഡർ ഇൻ ദി നമ്പർ സീരീസ് then the numbers may be subtracted or divided by certain number from the first number. അതായത് ഡിഗ്രീസ് ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കണം? മൈനസ് ചെയ്യുമോ, ഫസ്റ്റത്തെ ടൈമിൽ നിന്ന് മൈനസ് ചെയ്തിട്ടാ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുന്ന രീതിയിലായിരിക്കും എന്ന് നമ്മൾ അസ്യൂം ചെയ്ത് വെക്കണം. അതിന് രണ്ട് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റത്തെ എക്സാമ്പിൾ എത്രയാണ്? 34, 18, 10, 6. പിന്നെ എത്രയാണ്? 4. അടുത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ആദ്യം ചെറുതിന് ബാക്കിൽ നിന്ന് തുടങ്ങി നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം. 6 എങ്ങനെ 4 ആയി? -2. 10 എങ്ങനെ 6 ആയി? -4. പിന്നെ അടുത്ത 18, 10 എങ്ങനെയായി? -8. ഒരു ഐഡിയ കിട്ടിയില്ലേ? ഈ മൈനസ് ചെയ്യുന്ന സാധനം ഇങ്ങനെ ഇരട്ടിച്ച് പോവുക, ബേക്കിൽ നിന്ന് വരുമ്പോൾ ഇരട്ടിച്ച് പോവുക. അതായത് 2 4 ആയി, 4 8 ആയി. അടുത്തത് എന്താ വരണ്ടേ? 8 2 ടൈം പോകണ്ടേ? ഇപ്പോൾ ഇവിടെ -16 അല്ലേ വരിക. അതായത് 34ൽ നിന്ന് 16 പോയിട്ടുണ്ടെങ്കിൽ 18, 18ൽ നിന്ന് 8 പോയിട്ടുണ്ടെങ്കിൽ 10, 10ൽ നിന്ന് 4 പോയിട്ടുണ്ടെങ്കിൽ 6, 6ൽ നിന്ന് 2 പോയിട്ടുണ്ടെങ്കിൽ 2. അടുത്തത് എന്ത് ചെയ്യണം? 4ൽ നിന്ന് എത്രയാണ്? ഇനി നമുക്ക് 1 ഉള്ളൂ ബാക്കി മൈനസ് ചെയ്യാൻ. അപ്പം 4ൽ നിന്ന് 1 പോയിട്ടുണ്ടെങ്കിൽ 3. അപ്പോൾ നെക്സ്റ്റ് ടേം എന്ന് പറയുന്ന ഫസ്റ്റ് എക്സാമ്പിളിൽ 3 ആയിരിക്കും. ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. 720, 120, 24, 6, 2. ഇവിടെ നമ്മൾ ഡിവിഷനാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾ അങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് സബ്സ്ട്രാക്ഷൻ, പിന്നെ ഡിവിഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യണം? 6 എങ്ങനെ 2 ആയി? 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 24 എങ്ങനെ 6 ആയി? 4 അല്ലേ. 4നെ കൊണ്ട് 24നെ 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 6 കിട്ടും. അതായത് ഇവിടെ ഇങ്ങനെ ഡിവിഷൻ കൂടി വരിക ബേക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ. അന്നേരം ഇവിടെ അടുത്ത എത്രയാണ് വരണ്ടേ? 120നെ നമ്മൾ 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 24 കിട്ടും. പിന്നെ 720നെ 6നെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 120 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടെ പാറ്റേണിൽ അടുത്തത് എങ്ങനെ കണ്ടുപിടിക്കാം?
2നെ നമ്മൾ 2നെ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. അപ്പം എത്രയാണ് 1. അപ്പം അടുത്തതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ 1 വരിക. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്? ആൽഫബറ്റ് സീരീസ്. അപ്പം നമ്പർ സീരീസ് നമ്മൾ നോക്കി കഴിഞ്ഞു. ഇനി ആൽഫബറ്റ് സീരീസ് നോക്കാം. ആൽഫബറ്റ് സീരീസ് നമുക്ക് ചെയ്യണമെങ്കിൽ പ്ലേസ് വാല്യൂ ഓർമ്മ വേണം. ജീൻ്റെ വാല്യൂ എത്രയാണ്? 7. എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? 8. ജെൻ്റെ വാല്യൂ എത്രയാണ്? 10. എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 13. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് നോക്കി നോക്കാം എങ്ങനെ വരുന്നതെന്ന്. ഫസ്റ്റ് ടേമിൽ നിന്ന് 1 ആഡ് ചെയ്തു, അപ്പോൾ 8 വന്നു. 8ൽ നിന്ന് 2 ആഡ് ചെയ്തപ്പോൾ 10 വന്നു. 10ൽ നിന്ന് 3 ആഡ് ചെയ്യുമ്പോൾ 13 വന്നു. അടുത്തത് എത്രയാണ് ആഡ് ചെയ്യേണ്ടത്? 1, 2, 3, 4. 4 ആഡ് ചെയ്യണം. 13 + 4 എന്ന് പറയുമ്പോൾ 17. 17 ഏതാണ് നമ്പർ വരിക? ക്യൂ അല്ലേ? ക്യൂ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുമ്പോൾ ക്യൂ. ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്? ആൽഫ ന്യൂമറിക് സീരീസ്. ആൽഫ ന്യൂമറിക് സീരീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആൽഫബറ്റും ഉണ്ടാവും, അതേപോലെ തന്നെ നമ്പറും ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു 3 ടേം വരുന്നുണ്ട്. അതായത് ഒരു ഇതിൽ തന്നെ 3 ഇത് വരുന്നുണ്ട്. 2 നമ്പറും വരുന്നുണ്ട്, ഒരു ലെറ്ററും വരുന്നുണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ നമ്പർ എല്ലാം കൂടെ നമുക്കൊരു സീരീസ് ആക്കി എഴുതാം. അപ്പോൾ നമുക്ക് മിസ്സിംഗ് ടേമിൻ്റെ ഫസ്റ്റത്തെ നമ്പർ കിട്ടും. അപ്പോൾ 2 7 ഇവിടെ എത്രയാണ് ആഡ് ചെയ്യുക? 5 അല്ലേ? 7 14 ഇവിടെ എത്രയാണ് ആഡ് ചെയ്യുക? 7. 14 23 എത്രയാണ് ആഡ് ചെയ്യുക? 9 അല്ലേ? 9. പിന്നെ 23 എത്രയായി? 34 അന്നേരം എത്രയാണ് വരിക? 23 കഴിഞ്ഞിട്ട് 34 എത്രയാണ് വരുന്നത്? 11 അല്ലേ? 11. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നോടെ ഡിഫറൻസ് എടുത്ത് നോക്കാം, എന്തെങ്കിലും ട്രയാങ്കുലർ പാറ്റേൺ പോലെ വരുന്നുണ്ടോ എന്ന്. അപ്പോൾ 7 5 പോയിട്ടുണ്ടെങ്കിൽ 2 അല്ലേ? അപ്പോൾ 2 ഇവിടെ ആഡ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ അടുത്തത് 2, അടുത്തതും 2. അങ്ങനെയാണെങ്കിൽ അടുത്ത എന്ത് ചെയ്യണം? 2 ആഡ് ചെയ്യണം. അപ്പോൾ 11 + 2 എന്ന് പറയുമ്പോൾ 13. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് 34 + 13 ചെയ്യണം. അപ്പോൾ 47 വരും. അടുത്തതിൻ്റെ ഫസ്റ്റ് നമ്പർ 47 വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്? ലെറ്റർ വരുന്നത്. ലെറ്റർ നമുക്കൊരു സീരീസ് ആയിട്ട് എടുക്കാം. ഇസഡ് വൈ ആയി, വൈ എക്സ് ആയി, ഡബ്ല്യു ആയി, വി ആയി. അടുത്തത് വരേണ്ടത് എന്താണ്? ബേക്കിലേക്ക് പോവുക. ഇസഡിൽ നിന്ന് 1 പോയിട്ടുണ്ടെങ്കിൽ, അതായത് 26 1 പോയിട്ടുണ്ടെങ്കിൽ 25 വൈ വരും. പിന്നെ അതിൽ നിന്ന് 1 പോയിട്ടുണ്ടെങ്കിൽ 24 എക്സ് വരും. പിന്നെ 24 നിന്ന് 1 പോയിട്ടുണ്ടെങ്കിൽ 23 ഡബ്ല്യു വരും. ഡബ്ല്യുവിൽ നിന്ന് 23 നിന്ന് 1 പോയിട്ടുണ്ടെങ്കിൽ 22 വി വരും. ഇനി 22 നിന്ന് 1 പോയിട്ടുണ്ടെങ്കിൽ 21, അതിൻ്റെ വാല്യൂ യു. അപ്പോൾ ഇവിടെ യു ആണ് വരുന്നത് നടുക്കത്തെ ലെറ്റർ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അടുത്തത് നോക്കി നോക്കാം. അടുത്ത 5 7 +2, 7 9 +2. പിന്നെ 9 11 അവിടെയും +2 തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ 11 എന്തായി? 13 +2. 13 +2 അടുത്തത് നമ്പർ എത്രയാണ് വരിക? 13ൻ്റെ കൂടെ 2 ആഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടി? 15. അപ്പം 47 15 ആയിരിക്കും നമ്മുടെ മിസ്സിങ് ആയിട്ടുള്ള നെക്സ്റ്റ് ടേം. ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്തത് എന്താണ്? മിക്സഡ് സീരീസ്. മിക്സഡ് സീരീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ആൽഫബറ്റിലുള്ള മിക്സഡ് സീരീസാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 2 സീരീസും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ അടുത്തടുത്തുള്ള 2 ടേം എടുക്കരുത്. അത് രണ്ടും 2 സീരീസിൻ്റെ ആയിരിക്കും. അന്നേരം എന്ത് ചെയ്യുക? എയും സിയും ഇയും ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് ആ സീരീസ് സോൾവ് ചെയ്തിട്ടുണ്ട് കിട്ടുക. പിന്നെ ഇസഡും എക്സും ക്വസ്റ്റ്യൻ മാർക്കുമാണ് വരിക. ഇസഡിൻ്റെ വാല്യൂ എത്രയാണ്? 26. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 24. അപ്പോൾ 26 നിന്ന് 24 വരുമ്പോൾ -2 ചെയ്യണം. അടുത്ത് നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല, -2 തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ -2 വരുമ്പോൾ എന്ന് പറയുമ്പം 22. 22ൻ്റെ വാല്യൂ എത്രയാണ്? വി അല്ലേ?
അപ്പോൾ ഇവിടെ മിസ്സിംഗ് ആയിട്ട് വരുന്ന വാല്യൂ എന്ന് പറയുമ്പോൾ വി ആയിരിക്കും. ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ് കണ്ടിന്യൂസ് പാറ്റേൺ സീരീസ്. കണ്ടിന്യൂസ് പാറ്റേൺ സീരീസ് എന്ന് പറയുമ്പോൾ ഒരു സീരീസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത പോലെ ഇങ്ങനെ പോകും, കുറച്ച് ടേമുകൾ ഇങ്ങനെ വരും. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, എത്ര എണ്ണം ഉണ്ട് എന്ന് എടുക്കണം ടേംസ്. ഇപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 വരുന്നുണ്ട്. നമുക്കിപ്പോൾ എത്രയാണ് വരുന്നതെന്ന് നോക്കിയിട്ട് അതിന് നമ്മൾ ഒരു പെയറാക്കി മാറ്റാൻ നോക്കുക. ഇപ്പോൾ 12 ആണെങ്കിൽ നമുക്ക് 6 6 12 എന്ന് എടുക്കാം. അല്ലെങ്കിൽ 3നെ 4 വട്ടം 3 ഭാഗമായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തോ, 3 എലമെൻ്റ് ഒരു പെയറായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് സുഖമായിട്ട് പാറ്റേൺ കിട്ടും. ഇതിൽ ഏതെങ്കിലും ഒരു ഇത് നോക്കിയാൽ മതി നമുക്ക്. ഇപ്പോൾ 12 എലമെൻ്റാണ് വരുന്നത്, 6 6 2 സെറ്റാക്കി മാറ്റുക. ആ 2 സെറ്റ് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 3ൻ്റെ 4 സെറ്റാക്കുക. 3 4 12 ആണല്ലോ. 3ൻ്റെ സെറ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആൻസർ സുഖമായിട്ട് കിട്ടും. അതായത് 3 ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ആൻസറിൽ എത്താൻ പറ്റും. അതേപോലെ നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാം. പക്ഷേ ഇവിടെ 14 വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 6 6 12 പിന്നെ പ്ലസ് 2 എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് അതേപോലെ പെയർ ചെയ്ത് പോവാം. 1 2 3 4 5 6 ഇതൊരു പെയർ. പിന്നെ 1 2 3 4 1 2 3 4 5 6 ഇതൊരു പെയർ. പിന്നെ 2 എക്സസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് ബി എ എ ബി. പിന്നെ ഇവിടെ എന്താണ് ബി എ. അന്നേരം ഫസ്റ്റത്തെ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ബി എ കഴിഞ്ഞിട്ട് എ തന്നെയല്ലേ വരിക, എ ഇവിടെ കൊടുക്കാം. പിന്നെ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ വെച്ച് ഫസ്റ്റത്തെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ബി എ എ ബി ബി എ, അതാണ് നമുക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബി എ എ ബി, അടുത്തെന്താണ് ഇവിടെ ബി വരും. രണ്ടാമത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കിട്ടി. ഇനി നമുക്ക് അടുത്തത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, വേറൊരു പാറ്റേൺ വരുമ്പോൾ ബി എ വരും. അതല്ല സ്റ്റാർട്ടിങ് ബി എ. ഇങ്ങനെയാണ് നമ്മളിത് സോൾവ് ചെയ്യുക. ഇതാണ് കണ്ടിന്യൂസ് പാറ്റേൺ സീരീസിന് എക്സാമ്പിൾ. സീരീസിൻ്റെ ഏകദേശം എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.